നമസ്കാരം. കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമജാലകത്തിലേക്ക് സ്വാഗതം. മുതിർന്ന മാധ്യമ പ്രവർത്തകർ അവരുടെ മാധ്യമ പ്രവർത്തന അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന മൈ സ്റ്റോറിയിൽ ഇന്ന് സംസാരിക്കുന്നത് പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ എം സുബൈർ ആണ്. കേരള കൗമുദിയിൽ മാധ്യമ പ്രവർത്തകനായിരുന്ന കാലത്ത് അദ്ദേഹം ചെയ്ത ചില എക്സ്ക്ലൂസീവ് വാർത്തകളെ കുറിച്ചാണ് ഇന്ന് ഓർമ്മിക്കുന്നത്. ഒരു സമയത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ആകെ പിടിച്ചുകുലുക്കിയ പ്രീ ഡിഗ്രി ബോർഡ് വാർത്തയാണ് ആദ്യം. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് 1986 ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി TM ജേക്കബാണ്. അന്ന് വിദ്യാഭ്യാസ രംഗത്തൊരു വലിയ പരിഷ്കാരം കൊണ്ടുവരാൻ ഇവർ തീരുമാനിച്ചു. ആ തീരുമാനം അതിൻ്റെ ഭാഗമാണ് പ്രീ ഡിഗ്രി ബോർഡ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാനായിട്ട് ഇവർ രഹസ്യമായി തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ പ്രീ ഡിഗ്രി ബോർഡ് എന്ന് പറയുമ്പോൾ അന്ന് കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രീ ഡിഗ്രി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനൊരു പ്രത്യേക സെപ്പറേറ്റ് ഒരു ബോർഡാക്കി മാറ്റി പ്രീ ഡിഗ്രി മാത്രം കോളേജുകളിൽ നിന്ന് എടുത്ത് ഒരു ബോർഡിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് പ്രത്യേക ഒരു ഇൻഡിപെൻഡൻറ്റ് സ്ഥാപനമാക്കി മാറ്റാനായിട്ടൊരു ശ്രമമാണ് അന്ന് ഈ ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രിയും TM ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആ സമയത്ത് നടത്തിയത്. അപ്പോൾ ഇതിനെതിരെ അതായത് യൂണിവേഴ്സിറ്റികളിലെ സ്റ്റാഫ് പാറ്റേണിൽ വലിയ മാറ്റം വരും, അധ്യാപകരുടെ ഇതിലും വലിയ മാറ്റം വരും. ഇത് ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകർക്ക് ഇതിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധം അന്ന് ആരംഭിച്ചു. എല്ലാ യൂണിവേഴ്സിറ്റികളും അന്നുണ്ടായിരുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും അഞ്ച് യൂണിവേഴ്സിറ്റികളാണ് അന്നുണ്ടായിരുന്നത്. 5 യൂണിവേഴ്സിറ്റികളിലെയും പ്രധാനപ്പെട്ട സംഘടന ഇടതുപക്ഷത്തിൻ്റെ കീഴിലായിരുന്നു. അവർ ഒരുമിച്ച് ഈ തീരുമാനത്തിനെതിരെ അതിശക്തമായ സമരം തുടർന്നു. അപ്പോൾ സമരം തുടർന്നതോടുകൂടി യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനമെല്ലാം സ്തംഭിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് സ്തംഭനമുണ്ടായി. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ എല്ലാ ദിവസവും വലിയ വലിയ പ്രകടനങ്ങൾ വന്ന് ഗതാഗതം സ്തംഭിക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഒരു സ്ഥിതിയിലിരിക്കുമ്പോഴാണ് പ്രീ ഡിഗ്രി പരീക്ഷ നടക്കുന്നു. പ്രീ ഡിഗ്രി പരീക്ഷ നടന്നു. പ്രീ ഡിഗ്രി പരീക്ഷ ഉത്തരക്കടലാസുകൾ വാല്യുവേഷന് കൊടുത്തു. അതെല്ലാം തിരിച്ചു വരുന്നൊരു സമയമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അന്നൊരു എക്സ്ക്ലൂസീവ് വിവരം കിട്ടുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ പേപ്പറുകൾ, ആൻസർ എഴുതിയ പേപ്പറുകൾ, ഉത്തരക്കടലാസുകൾ 1500 ഉത്തരക്കടലാസുകൾ പരിശോധിച്ചില്ല. അത് അവിടെ ഒരു ബാത്റൂമിൻ്റെ ഒരു മൂലയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് ഒരു വിവരം കിട്ടി. അതിൻ്റെ വിശദാംശങ്ങൾ അന്നത്തെ ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ഒരു നേതാവ് എനിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ തന്നു. ഞാൻ അതേക്കുറിച്ച് ഒരു പഠനം നടത്തിയപ്പോൾ ഈ പറഞ്ഞ പോലെ 1500 പേപ്പറുകൾ, ഉത്തരക്കടലാസുകൾ പരിശോധിക്കാതെ ആണ് പ്രീ ഡിഗ്രി റിസൾട്ട് യൂണിവേഴ്സിറ്റി പ്രസിദ്ധപ്പെടുത്തിയത് എന്നുള്ള വിവരം ആണ് കിട്ടിയത്. അത് കേരള കൗമുദിയിൽ പിറ്റേ ദിവസം മെയിൻ സ്റ്റോറിയായിട്ട് വന്നു. പരിശോധിക്കാത്ത ഉത്തരക്കടലാസുകൾ 1500 എണ്ണം കണ്ടെത്തി കുളിമുറിയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു മെയിൻ സ്റ്റോറി ആയിരുന്നു ആ സംഭവം. അത് പിന്നീട് വലിയ ചർച്ചാ വിഷയമായി. അതിനെ തുടർന്ന് 3-4 റിപ്പോർട്ടുകൾ, അതായത് ജയിച്ച ഈ പ്രീ ഡിഗ്രി റിസൾട്ട് വന്നപ്പോൾ ജയിച്ച കുട്ടികൾ തോൽക്കുകയും തോറ്റ കുട്ടികൾ ജയിക്കുകയും അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം ഉണ്ടായി. ഈ വാർത്തകളെല്ലാം അന്ന് കേരള കൗമുദിയിൽ കൂടി എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു. അതോടുകൂടി ഈ പത്രപ്രവർത്തന രംഗത്ത് ഉള്ള എല്ലാവരുടെയും ഒരു ശ്രദ്ധാകേന്ദ്രം അന്ന് കേരള കൗമുദിയിലേക്ക് മാറുകയും ചെയ്തു. പിന്നീട് ഈ പ്രീ ഡിഗ്രി ബോർഡ് ഇതിൻ്റെ ഭാഗമായിട്ട് നിയമസഭയിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായി. അന്ന് പ്രതിപക്ഷ നേതാക്കളിൽ ഏറ്റവും പ്രമുഖനായിരുന്ന ശ്രീ ബേബി ജോൺ ഈ വിഷയം അടിയന്തര പ്രമേയമായി നിയമസഭയിൽ അവതരിപ്പിച്ചു. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു പ്രധാന വിദ്യാഭ്യാസ മന്ത്രിക്ക് തെരച്ചിവാൽ കൊണ്ട് നിർമ്മിച്ച ചാട്ട വെച്ച് അടി കൊടുക്കണം, ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് എന്നാണ്. ഇത് വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു പ്രയോഗമായിരുന്നു. ഇതേ തുടർന്ന് സംഘർഷാവസ്ഥ നിയമസഭയ്ക്കുള്ളിൽ ഉടലെടുത്തു. ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ 4 നിയമസഭാ അംഗങ്ങൾ നിയമസഭയുടെ പുറം വരാന്തയിൽ
സത്യാഗ്രഹം നടത്തി ഈ പ്രീ ഡിഗ്രി ബോർഡ് പിൻവലിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇതെല്ലാം കാരണം ഈ റിപ്പോർട്ടുകളുടെ തുടക്കമായിരുന്നു. വലിയ വലിയ സമരം 5 യൂണിവേഴ്സിറ്റികളിൽ വന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പിന്നെ യൂണിവേഴ്സിറ്റി ജീവനക്കാരുമെല്ലാം സമരം തുടർന്നു. ഈ നിയമസഭയിൽ ഈ സത്യാഗ്രഹം നടക്കുന്നു. ഇതോടുകൂടി സർക്കാർ ഒരു പ്രതിസന്ധിയിലായി. സർക്കാരിന് എന്തെങ്കിലും ഒരു പിന്നെ പോംവഴി ഈ സമരം അവസാനിപ്പിച്ച് വിദ്യാഭ്യാസ രംഗത്തെ സ്തംഭനാവസ്ഥ ഒഴിവാക്കണമെങ്കിൽ പ്രീ ഡിഗ്രി ബോർഡ് തീരുമാനം പിൻവലിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇത് വന്നു. അങ്ങനെ ആ തീരുമാനം സർക്കാർ മരവിപ്പിച്ചു. അതോടുകൂടി സമരം അവസാനിച്ചു. പിന്നീട് ആണ് ഈ വിദ്യാർത്ഥികളുടെ യഥാർത്ഥത്തിലുള്ള റിസൾട്ടും മറ്റു കാര്യങ്ങളും എല്ലാം പുറത്തു വന്നത്. സർക്കാരിന്റെ ആരോഗ്യവകുപ്പ് എല്ലാ കാലവും വാർത്തകളുടെ ഒരു പ്രധാന ഉറവിടമാണ്. മരുന്ന് വാങ്ങുന്നതിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് എം സുബൈർ ഒരിക്കൽ ചെയ്ത വാർത്ത ഇന്ന് നമുക്ക് സുപരിചിതമായ നീതി, കാരുണ്യ തുടങ്ങിയ വില കുറച്ച് മരുന്നുകൾ കിട്ടുന്ന മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങുന്നതിന് അന്നത്തെ സർക്കാരിന് പ്രേരണയായി. ഈ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ തട്ടിപ്പിൻ്റെ കഥയാണ്. അത് ഈ മരുന്ന് വാങ്ങലുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഇതാണ്. അതായത് ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞ് ഈ സർക്കാർ ആരോഗ്യവകുപ്പിന് ബഡ്ജറ്റിൽ നീക്കി വയ്ക്കുന്ന തുകയേക്കാൾ കൂടുതൽ ഓരോ ആശുപത്രികളിലെയും സൂപ്രണ്ടുമാർക്ക് അവർക്ക് ഒരു പ്രത്യേക ബഡ്ജറ്റുണ്ട്. ആ ബഡ്ജറ്റ് ഉപയോഗിച്ച് ലോക്കൽ പർച്ചേസ് നടത്താം. ഈ ലോക്കൽ പർച്ചേസിലൂടെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പുമാണ് അന്ന് നടന്നുകൊണ്ടിരുന്നത്. അതൊരു വലിയ അഴിമതിയായി മാറിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കുറേ റിപ്പോർട്ടുകൾ, ഈ മരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള കുറേ റിപ്പോർട്ടുകൾ അന്ന് കേരളകൗമുദിയിൽ എൻ്റെ പേരിൽ പ്രസിദ്ധപ്പെടുത്തി. അപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയതോടുകൂടി ഇത് ആരോഗ്യരംഗത്ത് വലിയ ചർച്ചയായി, ഡോക്ടർമാർക്കിടയിൽ വലിയ ചർച്ചയായി, വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ചർച്ചയായി. അങ്ങനെ 1994 എൻ്റെ ഓർമ്മ. അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന VM സുധീരനാണ്. VM സുധീരന് ഈ ലോക്കൽ പർച്ചേസും ഇതുൾപ്പെടെയുള്ള ഇത് എങ്ങനെ ഒഴിവാക്കി നമുക്ക് വില കുറഞ്ഞ രീതിയിൽ മരുന്നുകൾ ആളുകൾക്ക് എങ്ങനെ ലഭ്യമാക്കാം, അല്ലെങ്കിൽ രോഗികൾക്ക് ലഭ്യമാക്കാം എന്ന് ഉള്ള ഒരു ആലോചന നടത്തി. അപ്പോൾ എന്നെയും ആ ആലോചനയിൽ വിളിച്ചിരുന്നു. അതുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ ഒരു നിർദ്ദേശം വെച്ചത് ന്യായവില മെഡിക്കൽ സ്റ്റോറുകൾ ആശുപത്രികൾ കേന്ദ്രീകരിച്ച്, അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് തുടങ്ങുക എന്നുള്ള ഒരു നല്ല ഇതാണ്. അപ്പോൾ ഈ വ്യാപാരികൾക്കുള്ള മെഡിക്കൽ സ്റ്റോറുകാർക്കുള്ള കമ്മീഷൻ കുറച്ച് ആ കമ്മീഷൻ്റെ വിലയിൽ മരുന്നിൻ്റെ വിലയിൽ കുറവ് വരുത്തി ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു സംവിധാനം കൊണ്ടുവരാനായിട്ട് അന്ന് സുധീരൻ തീരുമാനിക്കുന്നു. അതാണ് പിൽക്കാലത്ത് നമ്മൾ കാണുന്ന ഇപ്പോഴും വളരെ സജീവമായ എല്ലാ മെഡിക്കൽ കോളേജുകളിലും പിന്നീട് മറ്റ് സർക്കാർ ആശുപത്രികളിലും എല്ലാം തുടങ്ങിയിരിക്കുന്ന നീതിന്യായ മെഡിക്കൽ സ്റ്റോറുകൾ എന്ന് പറയുന്നത് അതാണ്. പിന്നെ അതിൻ്റെ ഭാഗമായി കാരുണ്യ മെഡിക്കൽ സ്റ്റോർ അങ്ങനെ ഈ തുടങ്ങുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ആശുപത്രികളിലെ ഈ മരുന്ന് മരുന്ന് ഇടപാടിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ്. അപ്പോൾ അതിൽ ഏറ്റവും സംതൃപ്തിയോണ്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അന്ന് കേരളകൗമുദിയിൽ വന്ന എല്ലാ റിപ്പോർട്ടുകളുടെയും ഫോട്ടോ കോപ്പി എടുത്ത് ഈ മെഡിക്കൽ സ്റ്റോറുകളുടെ എല്ലാം മുമ്പിൽ അവിടുത്തെ ജീവനക്കാരെ ഒട്ടിച്ചു വെച്ചു. ഇങ്ങനെയാണ് ഈ സംവിധാനം തന്നെ എല്ലാ മെഡിക്കൽ കോളേജിലും തുടങ്ങുന്നത്. പിന്നീട് അത് എല്ലാ ആശുപത്രികളിലേക്കും വ്യാപിച്ചു എന്നുള്ളതാണ് ഒരു ഇത്. ആശുപത്രികളിൽ ഉപേക്ഷിച്ച സിറിഞ്ചുകൾ പെറുക്കിയെടുത്ത് റീപാക്ക് ചെയ്തു വിൽക്കുന്ന മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘത്തെക്കുറിച്ചുള്ള വാർത്ത ഒരിക്കൽ എം സുബൈർ ചെയ്തു. സാഹസികമായി വേഷം മാറിയൊക്കെ പോയാണ് വാർത്തയ്ക്കുള്ള വിവരങ്ങൾ സുബൈർ ശേഖരിച്ചത്. IMAയുടെ ആ വർഷത്തെ അവാർഡും ആ വാർത്തയ്ക്കായിരുന്നു. അടുത്ത് നടന്ന ഒരു വലിയ തട്ടിപ്പെന്ന് പറയുന്നത് ഈ ഉപയോഗിച്ച സിറിഞ്ചുകൾ വീണ്ടും ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായം മെഡിക്കൽ കോളേജ്, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഈ ഉപയോഗിക്കുന്ന സിറിഞ്ചുകൾ വീണ്ടും അവിടെ നിന്ന് കളക്ട് ചെയ്ത്, അതായത് അന്ന് മെഡിക്കൽ കോളേജിൽ ഈ സിറിഞ്ചുകളൊന്നും കത്തിക്കുന്ന സംവിധാനമില്ലായിരുന്നു. അവരെന്താണെന്ന് വെച്ചാൽ ഈ ഉപയോഗിച്ച സിറിഞ്ചുകളെല്ലാം കൂടെ കൂട്ടി ഓരോ വാർഡിൽ നിന്നും ഇത് കൂട്ടി, അപ്പോൾ ലക്ഷക്കണക്കിന് സിറിഞ്ചുകളാണ് ഓരോ ദിവസവും ഉപയോഗിക്കുന്നത്. അതൊരു ബക്കറ്റിലോ അല്ലെങ്കിൽ സഞ്ചികളിലോ ആക്കിയിട്ട് അവിടെ ഒരു വേസ്റ്റ് ഇടുന്നൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടിട്ടേക്കും. അപ്പോൾ ഈ വേസ്റ്റ് പെറുക്കുന്ന ആളുകൾ വന്നിട്ട് ഇത് കളക്ട് ചെയ്യും. അവർ വന്ന് ഇത് മുഴുവൻ പെറുക്കി സഞ്ചിയിലാക്കി കൊണ്ടുപോയി
ഉള്ളൂർ ഇത് ഒരു പ്രത്യേക കടയുണ്ട്. ആ കടയിൽ കൊണ്ടുപോയി ഇതിനെ മുഴുവൻ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ട് ഇതിനെ റീയൂസ് ചെയ്യും. വീണ്ടും സിറിഞ്ച് പാക്കറ്റിലാക്കി പ്ലാസ്റ്റിക് ലേബൽ ഒട്ടിച്ച് കവറാക്കി വീണ്ടും ഈ ആശുപത്രികൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു മാഫിയ സംഘം അന്ന് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഇത് ഒരാൾ വന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കക്ഷിയോട് ചോദിച്ചു, എങ്ങനെ നമുക്കിത് അവിടെ പോയി ഇത് കണ്ടുപിടിക്കാൻ പറ്റും, ഫോട്ടോയും എടുക്കണമല്ലോ എന്ന് പറഞ്ഞു. അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ക്യാമറയൊന്നുമില്ല, എല്ലാം നമ്മുടെ മറ്റേ ഫിലിം ഉപയോഗിക്കുന്ന ഫോട്ടോ ഉപയോഗിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അങ്ങനെയെങ്കിൽ എന്നെ ഒരു ദിവസം കൊണ്ടുപോയി ഇത് കാണിക്കാമെന്ന് പറഞ്ഞു. ശരി പോകാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഇതുപോലെ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് വന്നാൽ അവിടെ ഇത് പെറുക്കുന്ന ആളുകൾക്കെല്ലാം ഇത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഒരു കൈലിയോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഒരു ഷർട്ടും ഒക്കെ ഇട്ട് വന്നാൽ നമുക്കും അതുപോലെ പോയി 5-6 ഇതൊക്കെ പെറുക്കിയെടുക്കാം, ആ കൂട്ടത്തിൽ ഇത് സംസാരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സുഹൃത്തിൻ്റെ കൂടെ ഒരു ദിവസം രാവിലെ കൈലിയൊക്കെ കൊടുത്ത് ഒരു ഷർട്ടും ഒക്കെ ഇട്ട് അവിടെ ചെല്ലുന്നു. ആ സുഹൃത്ത് തന്നെ ഈ സ്ഥലത്ത് കൊണ്ടുപോകുന്നു. അവിടെ ചെല്ലുമ്പോൾ മല പോലെ ഇങ്ങനെ കിടക്കുകയാണ് ഈ ഉപയോഗിച്ച സിറിഞ്ചുകൾ ഇങ്ങനെ കിടക്കുക. അപ്പോൾ അതിൽ നിന്ന് ഓരോ ഇതായിട്ട് ഇവരെടുത്ത് സഞ്ചിയിലാക്കി കളക്ട് ചെയ്ത് ചാക്കുകളിലാക്കി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞാനും ഈ സുഹൃത്തും കൂടി അവിടെ നിന്ന് കുറച്ച് ഇതെല്ലാം പെറുക്കി, അതോടൊപ്പം തന്നെ ഈ പെറുക്കുന്ന ആളെടുത്തത് എങ്ങനെയാണ്, എവിടെയാണ്, എത്ര രൂപ കിട്ടും എന്നൊക്കെ ഉള്ള ഇത് 100 സിറിഞ്ചാണെങ്കിൽ അതിന് 25 രൂപ, എങ്ങനെയുള്ള ഇതൊക്കെ കൂലിയാണ് അവർക്ക് കിട്ടുന്നത്, ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ മനസ്സിലാക്കി ഇത് എവിടെയാണ് ഇത് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കുന്നതെന്നുള്ളത് അന്വേഷിച്ചു. അവിടെ പോയി എൻ്റെ അവിടെ പോയി നമുക്ക് ഈ സാധനം വിൽക്കാൻ പറ്റില്ല, കാരണം നമ്മൾ അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി അതിൻ്റെ ദൂരെ കൂടെ നിന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ കണ്ടുപിടിച്ചു, അയാളുമായിട്ട് പരിചയം സ്ഥാപിച്ച് അതിലെ വിവരങ്ങളുമൊക്കെ മനസ്സിലാക്കി ഇത് കൊണ്ടുപോയിട്ട് പിന്നെ ഇത് പ്ലാസ്റ്റിക് കവറിലാക്കി ലേബൽ ഒട്ടിച്ച് ഇതെങ്ങനെയാണ് മെഡിക്കൽ കോളേജുകളിലും മെഡിക്കൽ സ്റ്റോറുകളിലും എത്തുന്നതെന്നുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് വന്നു. നമ്മളെ കേരളമുതിൽ അത് റിപ്പോർട്ട് ഉപയോഗിച്ച സിറിഞ്ചുകൾ വീണ്ടും ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് 1-ാം പുറത്ത് 8 കോളത്തിലാണ് അന്ന് ആ വാർത്ത വന്നത്, ഫോട്ടോ ഉൾപ്പെടെ. ഈ സിറിഞ്ചുകൾ ശേഖരിക്കുന്ന പടം പിന്നീട് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ ശങ്കരൻകുട്ടി ഇവിടെ കൊണ്ടുപോയി ഞാൻ ഈ രഹസ്യമായി ഫോട്ടോ എടുപ്പിച്ച് അതും കൂടെ ഉൾപ്പെടെയാണ് ഇത് കൊടുത്തത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അവർക്ക് നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു. ആ മാസികയുടെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഈ മികച്ച ആരോഗ്യ സംബന്ധമായ മികച്ച റിപ്പോർട്ടുകൾക്ക് നൽകുന്ന ആദ്യത്തെ അവാർഡ് കിട്ടിയതിൽ ഒരാൾ ഞാനാണ്. അന്നത്തെ IMAയുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ആദ്യത്തെ അവാർഡ്, പത്രപ്രവർത്തകർക്ക് വേണ്ടി ഏർപ്പെടുത്തിയ ആദ്യത്തെ അവാർഡ് കിട്ടി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ വാരം പത്രങ്ങളിൽ വന്ന ശ്രദ്ധേയമായ ചില വാർത്താ ചിത്രങ്ങളെക്കുറിച്ച് B. ചന്ദ്രകുമാർ സംസാരിക്കുന്നു. ചിത്രജാലകത്തിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ 2ാം വാർഷികമായിരുന്നു പോയ വാരം. ആ അനുസ്മരണത്തിന്റെ ചിത്രം പത്രങ്ങളിൽ കണ്ടു. ആ ഫോട്ടോ കണ്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കേരളം വീണ്ടും ഒരു പ്രകൃതി ദുരന്തത്തിന് സാക്ഷിയായി. ഈരാറ്റുപേട്ടയിൽ ഉരുൾപൊട്ടലിൽ ഒരു വീട് ഒലിച്ചുപോയതിന്റെ വ്യത്യസ്ത ചിത്രങ്ങൾ മിക്ക പത്രങ്ങളുടെയും 1-ാം പേജിൽ കണ്ടു. തുടർന്നുള്ള 2 ദിവസങ്ങളിലും പ്രളയ കാഴ്ചകൾ തന്നെയായിരുന്നു പത്രങ്ങളിൽ നിറഞ്ഞു നിന്നത്. പമ്പാ നദി കരകവിഞ്ഞ് റാന്നി പട്ടണത്തെ വെള്ളത്തിൽ മുക്കിയതിൻ്റെയും മീനച്ചിലാർ കരകവിഞ്ഞ് പാലാ നഗരം വെള്ളത്തിലായതിൻ്റെയും ആകാശക്കാഴ്ചകൾ പ്രളയത്തിന്റെ ആഴം ശരിക്ക് ബോധ്യപ്പെടുത്തി. വെള്ളത്തിൽ മുങ്ങിയ വീടുകളിൽ നിന്ന് ആളുകളെയും വളർത്തുമൃഗങ്ങളെയും രക്ഷിച്ചു കൊണ്ടുവരുന്ന വ്യത്യസ്ത കാഴ്ചകളും പത്രങ്ങളിൽ കണ്ടു. ഓരോ സീസണിലും ഇത്തരം കാഴ്ചകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപകട സാഹചര്യങ്ങൾ അതിസാഹസികമായി ക്യാമറയിൽ പകർത്തുന്ന എല്ലാ ഫോട്ടോഗ്രാഫർമാർക്കും 1000 നന്ദി. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് കടക്കുന്നവർക്കുള്ള പ്രവേശന കവാടമാണ് സ്പെയിൻ. കടൽ കടന്നെത്തുന്ന അഭയാർത്ഥികളെ തടയരുതെന്ന് സുപ്രീം കോടതി വിധി വന്നതോടെ മൊറോക്കോയിൽ നിന്ന് സ്പെയിനിലേക്ക് കൂട്ടത്തോടെ കുടിയേറ്റം തുടങ്ങി. അതിന്റെ ചിത്രവും മാധ്യമങ്ങളിൽ കണ്ടു. ഓണം വരവായി. ഓണവിപണി സജീവമായതിന്റെ ഒരു മനോഹര ചിത്രം
ഒരു പത്രത്തിൽ കണ്ടു. ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് നിർമ്മിത ബുദ്ധിയിൽ തയ്യാറാക്കിയ ചിത്രമാണെന്ന് മനസ്സിലായി. ആ ചിത്രത്തിൽ കാണുന്നവരെല്ലാം ചിരിച്ചുകൊണ്ടാണ് കാണപ്പെട്ടത്. AI അറിയില്ലല്ലോ സാധനങ്ങളുടെ വില കേൾക്കുമ്പോൾ മലയാളികൾ ഇങ്ങനെ ചിരിക്കില്ലെന്ന്. പരസ്യ ചിത്രങ്ങളിൽ ഇപ്പോൾ AI തരംഗമാണ്. ഒറിജിനൽ ഫോട്ടോ ഏത്, AI ഫോട്ടോ ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധമായിട്ടുണ്ട്. പരസ്യ ഷൂട്ടിന് വേണ്ടിവരുന്ന വൻ ചിലവാണ് ഇതുവഴി നിർമ്മാതാക്കൾ ലാഭിക്കുന്നത്. അത് പരസ്യ നിർമ്മാതാക്കളുടെ കാര്യം, അവർ അങ്ങനെ ചെയ്തോട്ടെ. പക്ഷേ വാർത്താ ചിത്രങ്ങളുടെ കാര്യം അത്ര നിസ്സാരമായി കാണരുത്. ഒറിജിനൽ ചിത്രങ്ങളെ മെച്ചപ്പെടുത്താൻ AI ആശ്രയിക്കുന്നതിൽ തെറ്റില്ല. അത്യാവശ്യ സാഹചര്യങ്ങളിൽ സമ്പൂർണ്ണ AI ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിലും തെറ്റില്ല. പക്ഷേ വാർത്തകൾക്കൊപ്പം AI ചിത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അടിക്കുറിപ്പിൽ സൂചിപ്പിക്കാതിരിക്കുന്നത് വായനക്കാരോടുള്ള നീതികേടാണ്. ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം പറയുന്നതാണ് മാധ്യമപ്രവർത്തനത്തിലെ നല്ല ശൈലി. എന്നാൽ പലപ്പോഴും ഇത് പാലിക്കപ്പെടാറില്ല. ഇതിനെക്കുറിച്ചാണ് വാക്കിലെ ശരിയിൽ SD പ്രിൻസ് പറയുന്നത്. ആശയവിനിമയത്തിലെ പ്രശസ്തവും എന്നാൽ ലളിതവുമായ ഒരു പാഠമുണ്ട്. മിതം ച സാരം ച വചോ ഹി വാഗ്മിത. അതായത് മിതമായ വാക്കുകളിൽ, കുറഞ്ഞ വാക്കുകളിൽ അർത്ഥത്തിൻ്റെ കാതൽ പ്രകടിപ്പിക്കുക എന്നതാണ്. ഇതിനെയാണ് ഷേക്സ്പിയർ പണ്ട് പറഞ്ഞത് ബ്രെവിറ്റി ഈസ് എ സോൾ ഓഫ് വിറ്റ് എന്ന്. വിറ്റ് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് തമാശയല്ല, ബുദ്ധി എന്ന അർത്ഥത്തിലാണ്. ഒരു കാര്യം നീട്ടിപ്പറയാതെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഭംഗിയായി പറയുന്നതിലാണ് മികവെന്നാണ് അതിൻ്റെ സാരം. പത്രങ്ങളിലെ ചില പ്രയോഗങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവും ഇതിനെ കുറെ കൂടെ ചുരുക്കി പറയാമായിരുന്നല്ലോ. അത്തരത്തിൽ ഒരു ഉദാഹരണം ഈയിടെ കണ്ടു. മലയാളി വിദ്യാർത്ഥികൾ ജർമ്മനിയിൽ സന്ദർശനം നടത്തി എന്ന്. അതുപോലെ ചിലപ്പോൾ മന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി എന്ന് പറയാറുണ്ട്. ഇതെന്തോ ചടങ്ങ് നടത്തുന്ന പോലെയാണ്. സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ മന്ത്രിമാർ തമ്മിൽ കണ്ടു എന്ന് പറഞ്ഞാലും തീരുന്ന കാര്യമേ ഉള്ളൂ. അതിനു പകരം സന്ദർശനം നടത്തിയെന്നും കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെ പറയുന്ന ഒരു പഴയ രീതിയുണ്ട്. മാറ്റാവുന്നതേ ഉള്ളൂ. ഇത്തരം പ്രയോഗങ്ങളിൽ മാത്രമല്ല, ചില വാക്യങ്ങളിലും ഇത് പ്രകടമാകാറുണ്ട്. വരും കാലത്ത് പ്രശസ്തമാകാനിരിക്കുന്ന ഒരു പങ്ക്തിയിൽ കണ്ട ഒരു വരിയുടെ കാര്യം തന്നെ പറയാം. ഒരു സമൂഹം എന്ന നിലയിൽ എന്തുകൊണ്ടാണ് നാം സത്യസന്ധത സമ്പൂർണമായി കൈവെടിയുന്നത് എന്ന ഒരു ന്യായമായ ചോദ്യമാണ് അവിടെ ഉന്നയിക്കുന്നത്. ഈ ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട് എന്നാണ് ലേഖകൻ പറയുന്നത്. അതിൻ്റെ മറുപടി ഏതാണ്ട് ഇങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. വനരോധനം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഉപയോഗപ്പെടുന്നു എന്നൊരു ഫലമുണ്ട് എന്നതാണ് അത്തരം നിലവിളികളുടെ ഏക മെച്ചം എന്നാണ് എഴുതിയിരിക്കുന്നത്. അർത്ഥം മനസ്സിലാക്കാൻ ഉപയോഗപ്പെടുന്നു എന്നൊരു ഫലമുണ്ട് എന്ന് പറയുന്നിടത്ത് തന്നെ ആശയം സമ്പൂർണമാണ്. അതിനുശേഷം എന്നതാണ് അത്തരം നിലവിളികളുടെ ഏക മെച്ചം എന്ന് പറയുന്നത് അനാവശ്യമായ ഒരു കൂട്ടിച്ചേർക്കലാണ്. അതൊഴിവാക്കിയാലും ആ വാക്യം ഭംഗിയായി പൂർണ്ണമായി തന്നെ അവിടെ നിൽക്കും. ഒരു ദിവസം പത്രത്തിൽ നോക്കിയാൽ പല സ്ഥലത്തും ഇതുപോലെ വലിച്ചു നീട്ടിയ എഴുത്ത് കാണാറുണ്ട്. പത്രത്തിൽ സ്ഥലമില്ലെന്നും അതുകൊണ്ട് ചുരുക്കി എഴുതണമെന്ന് ഒരറ്റത്ത് പറയുന്നു, മറ്റൊരറ്റത്ത് വലിച്ചു നീട്ടി പലരും പറയുന്നു, എഴുതുന്നു. ഓരോ വാർത്തയെയും ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കാനാണല്ലോ സുന്ദരമായ തലക്കെട്ടുകൾ ചമയ്ക്കുന്നത്. വാർത്തയിലെ വിഷയവുമായി ചേർന്ന് പോകുന്ന തരത്തിലുള്ള ശീർഷകങ്ങളായിരിക്കും പലപ്പോഴും വരുന്നത്. അതുകൊണ്ടാണല്ലോ ഇടയ്ക്ക് കോഴിവില ഉയർന്നപ്പോൾ പറന്നുയർന്ന് കോഴിവില എന്ന് ഒരു പത്രം എഴുതിയത്. പറന്ന് ചിക്കൻ വില എന്ന് ഈയിടെയും കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം അരിക്ക് വില കൂടി, 6 രൂപ വെച്ച് അരിക്ക് കിലോയ്ക്ക് വില കൂടിയപ്പോൾ ഒരു പത്രം എഴുതിയിരുന്നത് അരിയുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു ശീർഷകമാണ്. ആശങ്ക തിളയ്ക്കുന്നു എന്നാണ്. ആ വാർത്തയുടെ ലീഡും ഏതാണ്ട് ഇങ്ങനെയാണ്: തിരുവോണത്തിന് മുമ്പ് അരിവിലയിൽ 6 രൂപ വർധന ഉണ്ടായതിനാൽ ആശങ്ക വേവുന്നു എന്നാണ്. ഇത് കണ്ടപ്പോഴാണ് ഓർത്തത്, പുതിയ അധ്യയന വർഷം പിറക്കുമ്പോഴൊക്കെ പലതരത്തിലുള്ള രസകരമായ ശീർഷകങ്ങൾ വരാറുണ്ട്. അധ്യയന വർഷം തുറക്കുമ്പോൾ കേൾക്കുന്ന ഒരു പ്രയോഗമാണല്ലോ പാഠം 1 എന്നത്. ഇത് തന്നെ പല പത്രങ്ങളിൽ കണ്ടിരുന്നു. ഒരു പത്രത്തിൽ പാഠം 1 അതിജീവനം എന്ന് കണ്ടു. ദുഃഖകരമായൊരു വാർത്ത പറയുന്നതിനിടയിൽ കണ്ണീർ പാഠം എന്ന് കണ്ടു. സ്കൂൾ തുറന്നെങ്കിലും റോഡുകളുടെയും ഓടകളുടെയും ശോചനീയാവസ്ഥ കണ്ടുകൊണ്ട് ഒരു പത്രം എഴുതിയത് ഏതാണ്ട് ഇങ്ങനെയാണ്: ആ അത്യാഹിതം, ആ ആശങ്ക. നീറ്റ് CBSE പരീക്ഷകളിലുണ്ടായ ക്രമക്കേടുകളും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ വന്നപ്പോഴും ഇതുപോലുള്ള ഒരുപാട് ശീർഷകങ്ങൾ കാണാനിടയായി.
നീറ്റ് എന്ന പേര് വെച്ച് തന്നെ ഒരുപാട് ശീർഷകങ്ങളുണ്ടായിരുന്നു. നീറ്റിനെ വേണമെങ്കിൽ നമുക്ക് നീറ്റലുമായൊക്കെ ബന്ധപ്പെടുത്താമല്ലോ. ഉത്തരമില്ലാതെ CBSE. സാധാരണഗതിയിൽ CBSE ചോദ്യങ്ങൾ ഇങ്ങോട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉത്തരമില്ലാതെ CBSE എന്ന് ഒരു പത്രം എഴുതി. ഉത്തരം മുട്ടുമ്പോൾ എന്ന് വേറൊരിടത്ത് കണ്ടിരുന്നു. ഒന്നും പഠിച്ചില്ല എന്നൊരു പത്രം എഴുതി. വിദ്യാർത്ഥികളുടെ കാര്യമല്ല, ഈ വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടും അതിൽ നിന്ന് പരീക്ഷ നടത്തുന്നവർ ഒന്നും പഠിച്ചില്ല എന്നാണ് പറയുന്നത്. മൂല്യനിർണ്ണയത്തിൽ പിശക് വന്നപ്പോൾ ഒരു പത്രം ചോദിച്ചു, കറക്കി കുത്തിയോ? മൊത്തത്തിൽ എന്തൊരു പരീക്ഷണം എന്ന് ഒരു പത്രത്തിൽ എഴുതിയിരുന്നു. അതിൽ 2 മഷി കൊണ്ട് അച്ചടിച്ചുകൊണ്ട് എന്തൊരു പരീക്ഷ എന്ന് വേണമെങ്കിൽ നമുക്ക് വായിക്കാം. നീറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല, നീറ്റായില്ല, നീറ്റലായി നീറ്റ്, ഇങ്ങനെയൊക്കെയുള്ള പല പ്രയോഗങ്ങൾ നമ്മൾ കണ്ടിരുന്നു. വീഴ്ചയുണ്ടായിട്ടും നീറ്റാക്കിയില്ല എന്നും ഒരു പത്രത്തിൽ എഴുതി കണ്ടിരുന്നു. ഇംഗ്ലീഷ് വാക്കുകളെ മലയാളത്തിലാക്കുമ്പോൾ അവയുടെ ഇംഗ്ലീഷ് ഉച്ചാരണവുമായി ചേർന്നുള്ള രീതിയിൽ എഴുതാൻ പല പത്രങ്ങളും ശ്രമിക്കാറുണ്ട്. ഇക്കാര്യത്തിൽ ഏറ്റവും ശുഷ്കാന്തി കാണിക്കുന്നത് മലയാള മനോരമയാണെന്ന് പറയാതെ വയ്യ. അവിടെ ലെവൽ എന്ന വാക്ക് മുമ്പൊക്കെ ലവൽ എന്നെഴുതുമായിരുന്നു. ഗസ്റ്റ് അധ്യാപകരെ ഗസ്റ്റ് എന്നെഴുതുമായിരുന്നു. അത് മാറ്റി ലെവലുമാക്കി ഗസ്റ്റുമാക്കി. നല്ല കാര്യമാണ്. പക്ഷെ ഈയിടെ നോക്കുമ്പോൾ വേറെ ചില വാക്കുകളും ഇങ്ങനെ മാറ്റാമല്ലോ എന്ന് തോന്നി. ലോകകപ്പിനെ കുറിച്ചുള്ള വാർത്ത കണ്ടപ്പോൾ ഫ്രഞ്ച് എന്നെഴുതിയിരിക്കുന്നതാണ്. ഫ്രഞ്ച് എന്നാണല്ലോ ഉച്ചാരണം. അതിനി ഫ്രഞ്ചായി മാറും എന്ന് വിശ്വസിക്കാം. അതുപോലെ മറ്റൊന്ന്, ഡെപ്യൂട്ടി എന്ന വാക്ക് ഡെപ്യൂട്ടി എന്നാണ് ഇപ്പോഴും എഴുതുന്നത്. ഡെപ്യൂട്ടേഷൻ എന്ന വാക്കും ഡെപ്യൂട്ടേഷൻ എന്നാണ് എഴുതുന്നത്. ഉച്ചാരണത്തിന് അനുസൃതമായി എഴുതുമ്പോൾ ഇവയൊക്കെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചിലതൊക്കെ കാണുമ്പോൾ ഈ രീതി എന്നാണൊന്ന് മാറുക എന്ന് വരെ തോന്നിപ്പോകും. കഴിഞ്ഞ ദിവസം ഒരു ബാറിൽ തർക്കമുണ്ടായതിനെ പറ്റി ഒരു വാർത്ത പത്രത്തിൽ കണ്ടിരുന്നു. ബാറിലേ തർക്കം എന്ന് നീട്ടി എഴുതിയിരിക്കുന്നു. ചില ആളുകൾ പറയുമല്ലോ, അപ്പുറത്തില്ലേ, ആ ബാറിലില്ലേ ഒരു തർക്കം എന്ന് പറയുന്ന രീതിയിൽ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബാറിലെ തർക്കം എന്ന് എഴുതാൻ അറിയാത്ത ആരാണാവോ അവിടെ ഉള്ളത്? ദൃക്സാക്ഷി എന്ന വാക്ക് പണ്ടൊക്കെ നമ്മൾ 4 അക്ഷരമായിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കായുടെ താഴെ സാ എഴുതുന്ന രീതി പത്രങ്ങളിൽ വന്നു കഴിഞ്ഞു. അത് അക്ഷരങ്ങളുടെ വിന്യാസത്തിൽ ഉള്ള സൗകര്യമനുസരിച്ച് ചെയ്യുന്നതാവാം. പക്ഷേ മലയാളത്തിലുള്ള സാധാരണ എഴുത്തിൽ നിന്നും മാറിയുള്ള ഒരു ശൈലിയാണെന്ന് പറയാതെ നിവർത്തിയില്ല. ഇപ്പോഴത്തെ രീതി വെച്ച് ഇതങ്ങനെ മാറുമെന്ന് തോന്നുന്നുമില്ല. പക്ഷെ ഒട്ടും മനസ്സിലാക്കാത്ത മറ്റൊരു രീതി ഈയിടെ ഒരു ശീർഷകത്തിൽ കണ്ടു. അവിടെ എഴുതിയിരിക്കുന്നത് MBA-കാരിയെ കത്തിമുനയിൽ പീഡിപ്പിച്ചു എന്നാണ്. പീഡനമെന്നത് ആര് ചെയ്താലും ക്രൂരമാണ്, ഹീനവുമാണ്, ഒരു സംശയവുമില്ല. പക്ഷെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ MBA എന്ത് പിഴച്ചു? ഒരു വിദ്യാഭ്യാസ യോഗ്യത അവിടെ ചേർക്കേണ്ട എന്ത് കാര്യമാണുള്ളതെന്ന് മനസ്സിലാകുന്നില്ല. മാധ്യമജാലകത്തിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.